സംസാരിക്കുമ്പോ നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയായിരിക്കും വീണ്ടും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ശൈത്യ അങ്ങനെ ഈ പറഞ്ഞ കാര്യത്തിൽ കൂടി ചോദിക്കാൻ ഒരുപാടാവും തോന്നിയത് വിളിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു അങ്ങനെ ഒരു നമ്മുടെ കൂട്ടുകാരെ അപ്പൊ അവർക്ക് പോയി പറഞ്ഞു കൊടുത്തു ഇതൊരു ഷോയാണ്. എന്റെ അനു അനീഷിന്റെ കണ്ടാ കാണിച്ചത്. അനീഷിന്റെ കൈയും കലാശവും കാണിച്ച് ഇതായാന്ന് വിളിച്ച് ഇങ്ങനെ Come on. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഈ അനു ആണെങ്കിലും ഞാൻ ഇന്നലെ വന്ന് മാപ്പ് പറഞ്ഞു. ശരിക്കും ബിഗ് ബോസ് കിട്ടുന്നതാണ്. ഞങ്ങൾ അടുത്ത സംസാരിച്ചത് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പാണ്. അതിനേക്കാൾ കൂടുതൽ എനിക്കടുത്ത് സംസാരിച്ചല്ലോ, ആരിന്റെ സംസാരിച്ചല്ലോ, അതും തമാശയുടെ എടുത്തോളെ. സ്വന്തം കാര്യങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചുള്ള കാര്യമാണ്. ഞാൻ അപ്പഴെ കുറ്റപ്പെടുന്നില്ല. അപ്പഴെ ഇരിക്കുമ്പോ നീ അപ്പഴെ പോയി ഇരിക്കുന്നതും അപ്പഴെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ മുന്നേ തെറ്റിദ്ധരിക്കട്ടെ. നീ അപ്പഴെ ഫാമിലിയായിട്ടുള്ളതാണ്. നമുക്ക് പുറമെ തോന്നുമ്പോ നീ അപ്പാന്റെ കൈ പിടിച്ചാണ് പ്രശ്നം. കഴിഞ്ഞ ആഴ്ച എന്നാ സൂപ്പറായിരുന്നു. സ്റ്റാൻഡേർഡുള്ള ബിഗ് ബോസ് ആയിരുന്നു. പഴയ ദിവസം രാത്രി ഇരുന്നപ്പോ നീ ക്ലീവേജ് കാണിച്ച് അപ്പാനിയുടെ അടുത്ത് പോയി ഇരുന്നെന്ന് പറയാനാണ് അവള്. അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. Kunyo, come on. Kita deh. അത് വേണ്ട അല്ലെങ്കിൽ അത് മോശമാണ്. ഞാൻ ബിസിനസ് പറഞ്ഞോളാം. വേറെ പോയില്ല തോന്നുന്നത്. ഇതിപ്പോ ബിൻസിയുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. എനിക്ക് ചോദിച്ചത് ആവശ്യമില്ല. സംസാരിച്ചു. അതായത് തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ കാണുമ്പോഴേക്കും അപ്പൊ ഞങ്ങൾ സംസാരിച്ചു. അയ്യോ ഇവരെന്തെങ്കിലും അപ്പൊ ഇത് തന്നെ പറഞ്ഞു നമുക്ക് പോയി സംസാരിക്കാം, അവരുടെ പറയാം, അങ്ങനെ അധികം ഇന്റർവ്യൂസ് ഒന്നും വേണ്ടത്. ഇല്ലാത്തപ്പോ ഇവരുടെ പേര് പറഞ്ഞത് നീയല്ലേനോ? ഇല്ലാത്തപ്പോ എപ്പോ ഒരു പെണ്ണിനെ ഇവിടെ പറഞ്ഞേച്ചത് നീയല്ലേ? പറഞ്ഞില്ല.
കറക്റ്റ് എമൗണ്ട് ഇന്നലെ സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ എന്നിട്ട് അനു എല്ലാം ഒന്നും അറിയാത്ത ഒരു കുഞ്ഞാണ് ഞാൻ എനിക്ക് തലേ ദിവസം ആ ഡ്രസ് ഇട്ടെങ്കിൽ ഇവിടെ എല്ലാരും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചില്ലടാ ഇല്ലേ ആ ഡ്രസ് ഇട്ടാണ് ഞാനാണ് പറഞ്ഞത് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇതപ്പാനി കറക്റ്റ് ബിൻസി പെട്ടിന്റെ സൈഡ് പോയിട്ട് ഇരുന്ന് സംസാരിച്ചു നിങ്ങൾ മൂന്നുപേരും ഉണ്ടായിരുന്നു ബെഡില് നിങ്ങൾ രണ്ടുപേരാണ് തെല്ലത്തി സൈഡ് അക്ബർക്ക് ഇപ്പുറത്തെ സൈഡ് ഈ ഇവിടെ തെല്ലത്തിരുന്ന് ഡ്രസ്സാണ് താഴെ കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു ബിൻസിനെ ക്ലീവേജ് കാണിച്ചോട് പോയിരിക്കുന്നുണ്ട് എന്താണ് അങ്ങനത്തെ ഒരു സംഗതികൾ പറഞ്ഞു അത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അതിലൂടെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടായിരുന്നു ശൈത്യം ഉണ്ടായിരുന്നു ഒന്ന് നീ എന്നോടാ പറഞ്ഞത് നീ മുളച്ചി നീ അത് കഴിഞ്ഞപ്പോ ആരോ എന്തോ ഓടി തന്നു പുറത്തെ പിയാറായിരുന്നു കോർമ്മ നീ കളി മാറ്റി കളിച്ച് അതുപോലെ നീ വലിയ മികച്ചാളായതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് നിന്റെ കഴിവുകൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത് ഫോറസ്റ്റ് നീ പൈസ എണ്ണിക്കൊടുത്തോണ്ട് മാത്രമാണ് ഇരിക്കുന്നത് അത് നിന്റെ കഴിവല്ല നീ മനസ്സിലാക്കത് ഞാൻ അന്ന് അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും ഒരു തെളിവ് എനിക്കുണ്ടായിരുന്നു ആ ദിവസമാണ് ഈ ദിവസം അത്രേ ഉള്ളൂ അതിന് നാറില്ലാത്ത നട്ടലില്ലാത്ത ഷാനവാസിന് മനസ്സിലായി അന്ന് പറഞ്ഞ കള്ളാണെന്ന് മനസ്സിലായി നിങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ അന്ന് തന്നെ കൈ വെച്ചിട്ട് ഇറങ്ങി പോകണം നിങ്ങൾക്ക് പോയാലും കുഴപ്പമില്ലായിരുന്നു ഞാൻ കേട്ടോ നിൽക്കത്തില്ലായിരുന്നു വിജയിക്ക് കോൺഫിഡൻസ് നൽകുന്നു ക്യാഷ് പ്രൈസ്. ബാലചന്ദ്രന്റെ ശാന്തികൾക്ക് മുന്നിൽ വൈജയന്തിക്ക് അടിപതർന്നുവോ? മഴ തോറും മുമ്പേ ദിവസവും രാത്രി 7 മണിക്ക് like and subscribe. Make sure you like, subscribe, share, comment, and all the things I do. And I out.